നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ ആരംഭിക്കാനിരിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സഭാതലത്തിൽ നേരിട്ട് മറുപടി പറയേണ്ട വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ അത് ഒഴിവാക്കി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സഭയിൽ മറുപടി നൽകുന്ന നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളെ രേഖാമൂലമുള്ള മറുപടി നൽകുന്ന ചോദ്യങ്ങളാക്കി മാറ്റി എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകും. 49 ചോദ്യ നോട്ടീസുകൾ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങളുടെ മേൽപ്പറഞ്ഞ ചോദ്യ നോട്ടീസുകൾ പൊതുപ്രാധാന്യം പരിഗണിച്ച് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി അനുവദിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് കത്തിൽ ആവശ്യപ്പെടുന്നു. സഭാതലത്തിൽ വിശദമാക്കേണ്ട നയപരമായിട്ടുള്ള പ്രാധാന്യമില്ല എന്നീ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി ഇതിനെ മാറ്റിയത് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുകയും വളരെയേറെ ആശങ്കപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പൊതുപ്രാധാന്യമില്ലെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് അത് വ്യക്തമാക്കാൻ സ്പീക്കർ തയ്യാറാകണമെന്നുകൂടിയാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അംഗങ്ങൾ മുൻഗണന രേഖപ്പെടുത്തി നൽകുന്ന ചോദ്യ നോട്ടീസുകൾ സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അത് നിയമസഭാ സെക്രട്ടേറിയറ്റ് സാധാരണഗതിയിൽ സാമാജികരുടെ ഓഫീസുമായോ അല്ലെങ്കിൽ അതാത് പാർലമെൻറ്റ് പാർട്ടി ഓഫീസുകളുമായോ ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയാണ് പതിവ്. എന്നാൽ ഇത്രയധികം ചോദ്യ നോട്ടീസുകൾ അത് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളായി മാറ്റിയിട്ടും വ്യക്തത വരുത്തുവാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് തയ്യാറാകാതിരുന്നത് ദുരൂഹമാണ് എന്നാണ് പ്രതിപക്ഷം അടക്കം പറയുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കേണ്ട പല കാര്യങ്ങളുമുണ്ടല്ലോ. അതായത് ADGP RSS കൂടിക്കാഴ്ച, തൃശ്ശൂർ പൂരം കലക്കൽ, കാഫിർ സ്ക്രീൻഷോട്ട് വിഷയങ്ങളിലൊക്കെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി നൽകിയ 49 നോട്ടീസുകളാണ് സ്പീക്കറുടെ നിർദ്ദേശങ്ങൾക്കും മുൻകാല റൂളിങ്ങുകൾക്കും വിരുദ്ധമായിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതല്ലേ? മുഖ്യമന്ത്രി നേരിട്ട് പറയേണ്ട കാര്യങ്ങളാണല്ലോ ഈ ADGP RSS കൂടിക്കാഴ്ച, തൃശ്ശൂർ പൂരത്തിൻ്റെ കലക്കൽ, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, കാഫിറിൻ്റെ സ്ക്രീൻഷോട്ട് വിഷയങ്ങൾ, ഇതിനെല്ലാം വളരെ കൃത്യമായി നിയമസഭയിൽ കൃത്യമായി മറുപടി പറയേണ്ടതാണ്. ആ മറുപടി പറയാതെ ഒളിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ നക്ഷത്ര ചിഹ്നങ്ങൾ ഇടുന്നതാണെങ്കിൽ കൃത്യമായ മറുപടി പറയണം. പക്ഷേ നക്ഷത്ര ചിഹ്നങ്ങൾ ഇടാത്ത ചോദ്യങ്ങളായി മാറ്റിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭാതലത്തിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുവാനുള്ള അവസരം തന്നെ ഇല്ലാതാകും. നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. മാത്രമല്ല ഇത് സഭയ്ക്കുള്ളിൽ വരുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സത്യത്തിൽ ഇങ്ങനെ നക്ഷത്ര ചിഹ്നം ഇടാതെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങളാണ് എന്നുള്ളതാണ്. അല്ലാതെ തദ്ദേശീയമായിട്ടുള്ള ചോദ്യങ്ങളല്ല. പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ജനപ്രതിനിധികൾ സഭയിൽ അവതരിപ്പിക്കേണ്ട ആവശ്യകതയുള്ളപ്പോൾ അവ വേണ്ട എന്ന് തീരുമാനിക്കുവാൻ, അവയ്ക്ക് വലിയ പ്രാധാന്യം വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ആരാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുക എന്നുള്ളതാണ് നിയമസഭാ കാലയളവിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൈയൊഴിയാം. കാരണം സർക്കാരിന് മറുപടി നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം സഭയ്ക്കുള്ളിൽ വരുന്നില്ലാത്തൊരു വിഷയം എന്തിന് അവതരിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 49 നോട്ടീസുകൾ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്? നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളുമായി എന്തിനാണ് നിയമസഭ കൂടാൻ പോകുന്നത്?